ഫുഡ് വേസ്റ്റിൽ നിന്നും കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഒരു വർഷം നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒരു ഫുഡ് വേസ്റ്റും വലിച്ചെറിയാതെ നല്ലൊരു വളമാക്കി മാറ്റാം. ഒരു ചിലവോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിതുണ്ടാക്കുന്നത്. യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നമ്മുടെ ഫുഡ് വേസ്റ്റ് 5 രീതിയിലാണ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ഉണ്ടാക്കി നോക്കാം. വാഴകൾക്കും തെങ്ങിനും വരെ ഇടാനുള്ള വളം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ചിലവോ ബുദ്ധിമുട്ടോ ഇല്ലാതെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് വേസ്റ്റ് വന്നതും ഫുഡ് വേസ്റ്റും വെജും നോൺ വെജും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സ്ലറി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തന്നെ പൂവിടുന്നതാണ്. ഞാൻ വേറെ ഒരു വളവും ഇവിടുത്തെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ വാങ്ങിക്കാറില്ല. ഇതിലൊക്കെ കണ്ടാൽ നിറയെ മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലറിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കമ്പോസ്റ്റ് എടുത്ത് ഓരോ ചട്ടിയിലും ഇട്ട് കൊടുക്കും. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ ഡ്രമ്മിലാണ് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജൈവ സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ ഡ്രം എടുക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഡ്രമ്മിന് പകരം നിങ്ങൾക്ക് ബക്കറ്റ് ഉപയോഗിക്കാം. ഒരിക്കലും ടൈറ്റായി മൂടി വെക്കരുത്. ഇതുപോലെ ഗ്യാപ്പ് വേണം. ബക്കറ്റിൻ്റെ മൂടിക്കാണെങ്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നല്ല വായു സഞ്ചാരം കടക്കാൻ വേണ്ടിയാണ്. കൂടാതെ BSF എന്ന് പറയുന്ന ഈച്ച ഇതിനകത്ത് കയറി വരും. അത് മുട്ടയിട്ടതിന് ശേഷം പുഴുക്കളായി മാറാനും ആ പുഴുക്കൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് കഴിക്കുകയും അതിൻ്റെ വിസർജ്യമാണ് നമുക്ക് വളമായി കിട്ടുന്നത്. ഞാനിപ്പോൾ 2 മാസമായി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം മുതൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഡ്രമ്മിൻ്റെ ഏറ്റവും അടിയിലും ആയിട്ട് ഞാൻ കരിയിലയാണ് ഇട്ട് കൊടുക്കാറ്. എൻ്റെ കരിയില കുറേ മുന്നേ എടുത്തു വെച്ചാൽ കുറച്ച് പൊടിഞ്ഞതാണ്. പൊടിഞ്ഞതൊന്നും ആവണമെന്നില്ല. കരിയിലയിലും പച്ചിലയിലും ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വളം നമ്മൾക്ക് എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയർ തന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യമാണ് ഇതുപോലെ ചെയ്തു കൊടുക്കാറുള്ളത്. 2 ആഴ്ച വരെ നമുക്ക് ഈ ഫുഡ് വേസ്റ്റുകൾ ഓരോ ദിവസവും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ഫുഡ് വേസ്റ്റാണ് നിങ്ങളെ കാണിക്കുന്നുള്ളത്. ആ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എല്ലാ ഫുഡ് വേസ്റ്റും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉള്ളിത്തൊലി, പച്ചക്കറി വേസ്റ്റ്, പഴത്തൊലി, മുട്ടത്തോട്, ചായച്ചണ്ടി എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ വളം നല്ല എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള വളമായി മാറുന്നത്. മുട്ടത്തോടൊന്ന് കൈ കൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് കമ്പോസ്റ്റ് ആവാൻ കുറേ അധികം സമയം എടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സീമ കൊന്നയുടെ ഇലയാണ്. ഇനി ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാണകമാണ്. ഞാൻ എടുത്തിട്ടില്ല, പശുവിൻ്റെ ചാണകമാണ്. ഇതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ചാണകം ഇല്ലാത്തവർക്ക് എന്താണ് ഇതിന് പകരമായി ചേർക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ചെറിയൊരു ഗ്യാപ്പോട് കൂടി വേണം നമ്മൾ അടച്ചു വെക്കാൻ. ഇപ്പം ഞാൻ വീണ്ടും ഒരു 4 ദിവസത്തെ വേസ്റ്റ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിൽ വേണം നമ്മളിത് വീട്ടിൽ വേസ്റ്റ് സൂക്ഷിച്ച് വെക്കാൻ. മുട്ട തോട് ഇതുപോലെ പൊട്ടിച്ചിടണം കേട്ടോ. ഇനി ഇതിലേക്ക് മീൻ മുറിച്ച വേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും വേസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ മേലെ പച്ചിലകളോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോഴാണ് ഇടാറ്. പക്ഷേ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ മേലെ പച്ചിലകളോ ഉണങ്ങിയ ഇലകളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കാർഡ്ബോർഡ് പീസസ് ഉണ്ടാവുമല്ലോ, അത് പൊട്ടിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലും ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം വന്ന വെള്ളമൊക്കെ ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. നമുക്കിതിൻ്റെ മൂലകങ്ങൾ വളത്തിൽ കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ ചില പാക്കറ്റിന് ഇതുപോലെ പ്ലാസ്റ്റിക് ഉണ്ടാകും. അതൊരിക്കലും ഇടരുത് കേട്ടോ, നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉള്ള പേപ്പേഴ്സ് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളത് പൊടിച്ച് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഇതിൽ നിന്നും കുറച്ച് ഈച്ചകൾ പറന്ന് നടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഈ കമ്പോസ്റ്റ് വളമാക്കി മാറ്റാനുള്ള ആ BSF ഈച്ചകളാണ്. അപ്പോൾ ഈ ഈച്ചകളെയും പുഴുക്കളെയും കാണുമ്പം ആരും നമ്മുടെ കമ്പോസ്റ്റ് കേടായിന്നോ ഒന്നും കരുതണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആ പുഴുക്കളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ
കോഴി ഉണ്ടെങ്കിൽ അതിന് തീറ്റയും കൊടുക്കാം. ഞാനൊന്നും ചെയ്യാറില്ല, ഇതേപോലെ തന്നെ വേസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിട്ടതിന് ശേഷം വീണ്ടും ചെടികളുടെ ഇടയിലുള്ള കളകളാണ് കേട്ടോ പറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സീമക്കൊന്ന തന്നെ വേണമെന്നില്ല, ഏത് കളകൾ വേണമെങ്കിലും നമുക്ക് പറിച്ച് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇത് കമ്പോസ്റ്റ് ആവാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. ഒരു വലിയ പീസ് ശർക്കര കുറച്ച് വെള്ളവും ചേർത്ത് അലിയിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയും മതി. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെക്കാം. ഇനി വീണ്ടും 2 ആഴ്ച വരെ ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. കാരണം ഇത് വലിയ ഡ്രം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്താൽ മതി. അതിന് ശേഷം പക്ഷേ നമ്മൾ മീൻ മുറിച്ച് ഇട്ട് കൊടുത്താൽ അന്ന് എന്തായാലും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വെച്ച് ഞാൻ വീണ്ടും അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ലറി കണ്ടോ നിങ്ങൾ, ഈ ബക്കറ്റിൽ വന്ന സ്ലറി, ഇത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഇതുപോലെ സ്ലറി എടുത്ത് നമുക്ക് അതിൽ മുഴുവനും വെള്ളം ചേർക്കണം. 1/4 ഭാഗം സ്ലറിയും ബാക്കി മുഴുവനും വെള്ളം ചേർത്ത് ഡൈല്യൂട്ടാക്കിയതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഡൈല്യൂട്ടാക്കാതെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അടുത്ത പ്രാവശ്യം വേസ്റ്റ് ഇടാൻ തുടങ്ങുന്നതിന് മുമ്പേ കഴുകി തുടച്ചതിന് ശേഷം വേണം ഈ വേസ്റ്റ് ഇട്ട് വെക്കാൻ. ഈ പഴത്തൊലിയൊക്കെ ഞാൻ 2ആയി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതൊരു 10 മാസം കഴിയുമ്പോഴാണ് ഈ വേസ്റ്റ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എന്തായാലും പഴത്തൊലി മുറിക്കാതെ ഇട്ടാലും കമ്പോസ്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ വീണ്ടും 2 ആഴ്ചത്തേക്കുള്ള വേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മേലെ കുറച്ച് ന്യൂസ് പേപ്പർ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കരിയില അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതൊക്കെ മാറി മാറി ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഒരുമിച്ച് വേണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ വേസ്റ്റൊക്കെ ഒരു 2-3 ദിവസത്തെ വേസ്റ്റ് ഇടുമ്പോൾ തന്നെ ഞാൻ കാണിച്ചിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ 2 ആഴ്ചയൊക്കെ വേസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ ഒന്ന് ചെയ്യുന്നത്. കാരണം മാസത്തിൽ 2 പ്രാവശ്യമാണ് കേട്ടോ ഈ പേപ്പറും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി, നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാകും. ഇത് വലിയ ഡ്രമ്മാണല്ലോ, അതുകൊണ്ട് കുറച്ച് വേസ്റ്റ് ആകുമ്പോഴാണ് ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളത്. മീൻ വേസ്റ്റ് ഇട്ട ദിവസം അന്ന് നിങ്ങൾ എന്തായാലും ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പറും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് ആ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് സീമക്കൊന്ന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പറമ്പിൽ ധാരാളം ഇലകളുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കമ്പോസ്റ്റ് ആവാൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ്. നല്ല പുളിച്ച തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മോശമായ തൈരൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായി എടുത്ത് ഒഴിക്കരുത്, തലേ ദിവസം തന്നെ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ അതുപോലെയുള്ള തൈര് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ മൂടി വെക്കാം. ഇപ്രാവശ്യം ഞാൻ സ്ലറി വെള്ളം കൂട്ടിയതിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ടിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി തന്നെ പിടിക്കും കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മേലൊക്കെ കണ്ടോ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്, താഴെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വേറെ വളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല, ഈ സ്ലറി തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ്. ഇനി നമുക്ക് ഇതിലേക്ക് ചക്കമടൽ ഇങ്ങനെയുള്ള സാധനങ്ങളും ചെറുതായി നുറുക്കി ഇട്ട് കൊടുക്കാം. ഏത് ഫുഡ് വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പഴകിയ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചോറ് ബാക്കി വന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റിലുള്ള വേസ്റ്റുകൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്, വെള്ളം കുറച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഏത് വേസ്റ്റും ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരു വേസ്റ്റും വലിച്ചെറിയാതെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അണ്ടി മാറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ എല്ലാം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്, ഒന്നും പറമ്പിൽ വലിച്ചെറിയാറില്ല. ഇപ്പോൾ ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് പേപ്പർ പീസസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കമ്പോസ്റ്റ് ആവാൻ ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ 2-3 ദിവസം മുന്നേ കഞ്ഞിവെള്ളം കുറച്ചൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി, അത്രയും വേണ്ടു കേട്ടോ. ഇതിലേക്ക് ഞാൻ എപ്പോഴും ഒഴിക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് വരെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പേപ്പറിൻ്റെ മേലെ ഞാൻ കുറച്ച് കൂടി ഇലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ വളത്തിന് നല്ല മൂലകങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പച്ചിലകളും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 3 ദിവസം വെക്കുമ്പോൾ നല്ല കട്ടിയാവും ഈ കഞ്ഞിവെള്ളം. പഴകിയതാണ് കേട്ടോ നല്ലത്. അതും കൂടി ചേർത്തതിന് ശേഷം ഇതേപോലെ മൂടി വെക്കാം. അപ്പം ഒരിക്കലും നിങ്ങൾ ഇതിൽ ഈച്ചകളെയോ അല്ലെങ്കിൽ പുഴുക്കളെയോ കാണുമ്പം വേസ്റ്റ് ചീത്തയാവുന്നതെന്ന് ഒരിക്കലും കരുതരുത്. പലരും പറഞ്ഞു കണ്ടിട്ടുണ്ട് എൻ്റെ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ പുഴുക്കളാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കമ്പോസ്റ്റ് ആക്കാത്തതെന്നുള്ളത്. അപ്പോൾ കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പഴയ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി ഞാൻ 4 തരത്തിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ കമ്പോസ്റ്റ് ബാക്കിയുള്ളത്. കുറേ ഞാൻ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയും ഒരുപാട് ബാക്കി. നേന്ത്രവാഴയ്ക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തെങ്ങിന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ജൂണിലാണ് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ജൂൺ മുതൽ ഫെബ്രുവരി വരെ ഇതിൽ വേസ്റ്റ് ഇടും. ഫെബ്രുവരിക്ക് ശേഷം നമ്മൾ വേസ്റ്റ് ഇടാറില്ല, വെറുതെ അടച്ചു വെക്കും. മെയ് അവസാനം ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ഥലത്ത് കൊട്ടിയതിന് ശേഷം അത് ഇതുപോലെ മൂടി വെക്കും. പിന്നെ വീണ്ടും നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്.